ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് കാശ്മീരിലുള്ള ഡാൽ ലേക്ക്, ടൂലിപ്പ് ഗാർഡൻ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര. ആദ്യം നമ്മൾ ഡാൽ ലേക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ റൂം ഇതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടക്കാനുള്ള ദൂരമുള്ളൂ ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തി. അങ്ങനെ ഒരു ചായ കുടിച്ച് ഷിക്കാര ബോട്ടിൽ റൈഡ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബോട്ടിൽ നമുക്ക് 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ശ്രീനഗറിലാണ് ഈ ഡാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ജമ്മു കാശ്മീരിലെ 2ാമത്തെ വലിയ തടാകമാണ്. ഏകദേശം 1.42 മീറ്റർ ഡെപ്ത് ഉണ്ട് ഇവിടെ. അങ്ങനെ പതിയെ ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് നീങ്ങി. ഇത് എൻജിൻ ബോട്ടല്ല, കൈകൊണ്ട് തുഴഞ്ഞാണ് പോകുന്നത്. (316 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ. മാക്സിമം ലെങ്ത് 7.44 കിലോമീറ്റർ ആണ്. മാക്സിമം വിഡ്ത്ത് 3.5 കിലോമീറ്ററുമാണ്. ക്ലൈമറ്റ് ഇപ്പോൾ നല്ല തണുപ്പാണ്. മുന്നോട്ട് പോകുമ്പോൾ തടാകത്തിനരികെ ചെറിയ വീടുകളൊക്കെ കാണാൻ കഴിയും. കച്ചവടക്കാരെല്ലാ സാധനങ്ങളുമായി നമ്മുടെ ബോട്ടിനരികിലേക്ക് വന്നിരുന്നു. ഈ കാണുന്നത് ഒരു സഫ്രോൺ കച്ചവടക്കാരനാണ്. അദ്ദേഹം ഞങ്ങളെ കുറെ ക്യാൻവാസ് ചെയ്യാൻ നോക്കി. ഞങ്ങളൊപ്പം പോകുന്നവരെല്ലാം മറ്റു ബോട്ടുകളിലായി മുന്നിലും ബാക്കിലുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ ബോട്ടിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. കാശ്മീരിലെത്തുന്ന ആരും ഈ സ്പോട്ട് മിസ് ചെയ്യാറില്ല. ഇവിടെ ഒരുപാട് പേര് ഇത് ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്നുണ്ട്. കാശ്മീരി ഡ്രസ്സിൽ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവർ എടുത്തു തരും. ഒരു ഫോട്ടോക്ക് 100 രൂപയാണ് ചാർജ്. ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ അവരുടെ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകും. വെള്ളത്തിലേക്ക് ഇറക്കി ഉണ്ടാക്കിയ പോലത്തെ വീടുകൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കച്ചവടക്കാരെയും ബോട്ടിനെയും പിന്നിട്ട് മുന്നോട്ട് നീങ്ങി. നമ്മൾ ആലപ്പുഴയിലെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. തണുത്ത കാലാവസ്ഥയിൽ പതിഞ്ഞ ബോട്ടിലുള്ള യാത്ര നമുക്ക് നല്ലൊരു അനുഭവം തന്നെ സമ്മാനിക്കും. നമ്മളോടൊപ്പം വന്ന ഫാമിലിയൊക്കെ നമ്മുടെ മുന്നിൽ പാസ് ചെയ്ത് പോകുന്നത് കണ്ടു. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്ന യാത്ര. പോകുന്ന വഴിക്കൊരു ബോട്ട് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഗാവ വാങ്ങി കുടിച്ചു. അങ്ങനെ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ടുലിപ്പ് ഗാർഡനിലേക്ക് പോവുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഗാർഡനാണിത്. ഇതാണ് ഗാർഡന്റെ മുമ്പത്തെ എൻട്രൻസ്. എന്നാൽ കുറച്ച് നടന്നു വേണം പുതിയ എൻട്രൻസിലേക്ക് എത്താൻ. വലിയവർക്ക് 75 രൂപയും കുട്ടികൾക്ക് 30 രൂപയും ഫോറിനേഴ്സിന് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. വർഷത്തിൽ ഏപ്രിൽ മാസം മാത്രമേ ഈ ഗാർഡൻ തുറക്കൂ. ഏകദേശം 74 ഏക്കറിലാണ് ഈ ഗാർഡൻ പരന്നു കിടക്കുന്നത്. ഒരുപാട് വെറൈറ്റി പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഏപ്രിൽ മാസം ആയതുകൊണ്ട് നല്ല പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭംഗിയുള്ള മലകൾക്ക് താഴെയാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണ്. ഗാർഡന് പുറത്തായി ലഘുഭക്ഷണങ്ങളൊക്കെ ലഭിക്കും.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.